ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീ ശിവയോഗി മഹാരാജ്. ബാംഗ്ലൂരിലെ വൈറ്റ്ഫീൽഡ്. അഭിമുഖവേളയിൽ സ്വാമി ഒരു മഹിളയോട് തിരക്കി, എന്താണ് നിന്റെ യാത്രാ പരിപാടികൾ? സ്വാമി, ഞാൻ ഡൽഹിക്ക് പോകും. അവിടെ നിന്ന് എൻ്റെ ഗ്രാമത്തിലേക്ക്. എന്തിന് ഡൽഹിക്ക് പോകുന്നു? സ്വാമി, കുറച്ച് ബന്ധുക്കളുണ്ട്, അവരെ കാണണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനുശേഷമോ? സ്വാമി, ഞാൻ ശിവയോഗി മഹാരാജിനെ ദർശിക്കാൻ പോകും. എന്തേ അദ്ദേഹം ഇതുവരെ എൻ്റെ ദർശനത്തിന് വരാതിരുന്നത് എന്ന് ചോദിക്കുക. സ്വാമി പറഞ്ഞു. സ്വാമിയുടെ ആവശ്യമറിഞ്ഞ് അവർ ആഹ്ലാദത്തിലായി. അവർ ശിവയോഗിയെ ഭഗവത് സന്ദേശം അറിയിച്ചു. യോഗി ആനന്ദത്തോടെ പ്രതികരിച്ചു. ഹാവൂ, ബാബ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നോ? അദ്ദേഹം ഉടൻ തന്റെ ശിഷ്യന്മാർക്കൊപ്പം വൈറ്റ്ഫീൽഡിലേക്ക് യാത്രയായി. ഭഗവത് ദർശനത്താൽ പുളകിതനായി ശിവയോഗി. യോഗിക്ക് ഇരിക്കാനായി കസേരയും ഭഗവാൻ ഏർപ്പാടാക്കി. ദർശനശേഷം അദ്ദേഹത്തിന് ആശ്രമത്തിൽ തന്നെ ത്രയീ ബൃന്ദാവന് പിറകിൽ താമസിക്കാൻ ഏർപ്പാടും ചെയ്തു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ശിവയോഗി ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാർ ഭഗവാനെ സേവിക്കണം, പക്ഷേ ഇവിടെ ഈശ്വരൻ നമ്മെ സേവിക്കുന്നു. ഇത് നന്നല്ല, നമുക്ക് ഇനി യാത്ര പറയാം. ഈ സംഭാഷണം തുടരവേ ഒരു വിദ്യാർത്ഥി വന്ന് സ്വാമിയുടെ സന്ദേശം അറിയിച്ചു. അങ്ങ് ഇപ്പോൾ പോകണ്ട, അടുത്ത ദിവസം സ്വാമി അങ്ങയോട് സംസാരിക്കും. അടുത്ത ദിവസം ഒരു വിദേശ സംഘത്തിനൊപ്പം ഭഗവാൻ ശിവയോഗിയെയും വിളിച്ചു. യോഗിയെ സ്വാമി സോഫയിൽ ഇരുത്തി. ബംഗാരു, ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. എന്താ ഇവിടെ വരാൻ ഇത്ര വൈകിയത്? ഭഗവാനെ, അവിടുന്ന് എന്നെ വിളിച്ചു, ഉടൻ തന്നെ ഞാൻ ഇവിടെ എത്തി. ഇതെല്ലാം അവിടത്തെ കരുണയല്ലേ? വിറയാർന്ന സ്വരത്തിൽ യോഗി പറഞ്ഞു. പിന്നീടുണ്ടായത് സുദാമാവും കൃഷ്ണനും തമ്മിൽ നടന്നതുപോലെ ഒരു സംഭാഷണം. സ്വാമി, എന്താണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്? യോഗി, രുദ്രാക്ഷമാലയാണ് സ്വാമി. എന്തിനാണ് നീ അത് ധരിക്കുന്നത്? സാധകരാണല്ലോ അത് ധരിക്കുക. നീ അതൊക്കെ കഴിഞ്ഞു, ഇനി അത് ധരിക്കേണ്ടതില്ല, മാറ്റിക്കോളൂ. ഞാനൊരു വാച്ച് തരട്ടെ, ധരിക്കാമോ? യോഗി, ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. സ്വാമി തന്റെ കരം കാണിച്ച് താനും അതൊന്നും ഉപയോഗിക്കാറില്ലെന്ന് അറിയിച്ചു. സമയം ആരെ ഭരിക്കുന്നുവോ അവർക്കാണ് വാച്ച് വേണ്ടത്. സമയാതീതനായാൽ പിന്നെ വാച്ച് എന്തിന്? ഭഗവാൻ വാച്ച് സൃഷ്ടിച്ച് വിദേശത്ത് നിന്ന് വന്ന ഭക്തന് നൽകി. ബംഗാരു, നീ വന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. ഭഗവാൻ 2-3 പ്രാവശ്യം ഇക്കാര്യം അരുളി. ഭഗവാൻ ബാബ അകത്ത മുറിയിലേക്ക് യോഗിയെ ക്ഷണിച്ചു. അവിടെ ഭഗവാന്റെ സിംഹാസനത്തിന് സമീപം ഒരുക്കിയ ഇരിപ്പിടത്തിൽ അദ്ദേഹത്തെ ഇരുത്തി. 21 വർഷം നിരന്തരം ജപമാല ഉപയോഗിച്ച് ജപിച്ചത് മൂലം യോഗിയുടെ വിരൽ വളഞ്ഞിരുന്നു. ജപിക്കുന്നത് കണ്ട് സ്വാമി ചോദിച്ചു, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇനി ഇതൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ അരുളി ഭഗവാൻ യോഗിയുടെ വിരലുകളിൽ തിരുമ്മി. ആ വളഞ്ഞ വിരലുകൾ സാധനയുടെ, ഭക്തിയുടെ അടയാളം. അതിൽ തന്നെ ഭഗവത് തൃക്കര സ്പർശവും. ആ സ്പർശനം സാധനയോടുള്ള ഭഗവാന്റെ പ്രേമവും കൃപയും. ഭക്തൻ പുഞ്ചിരിയോടെ ഇരുന്നു. ഭഗവാൻ ഭക്തനെ പരിചരിച്ചുകൊണ്ടും. അഭിമുഖം കഴിഞ്ഞപ്പോൾ സ്വാമി ചോദിച്ചു, കാവ്യ ഉടുപ്പ് തന്നാൽ ധരിക്കുമോ? അവിടുത്തെ സംതൃപ്തിക്കായി എന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധം. ഭഗവാൻ കാവ്യ ഉടുപ്പും ധോത്തിയും സമ്മാനിച്ചു. കാവ്യ തൊപ്പിയും ഏർപ്പാടാക്കി. കുറെ ദിവസം കഴിഞ്ഞ് ശിവയോഗി ശിഷ്യരോട് പറഞ്ഞു, എത്ര കാലമായി ഭഗവത് കാരുണ്യം നുകർന്ന് നാം കഴിയുന്നു, നമുക്ക് തിരിച്ചു പോയാലോ? ആ സമയം ഒരു വിദ്യാർത്ഥി വന്ന് അറിയിച്ചു, സ്വാമി നാളെ പുട്ടപർത്തിക്ക് പോകുന്നു. സ്വാമിക്കൊപ്പം താങ്കളും കൂടെ വരാൻ സ്വാമി ആഗ്രഹിക്കുന്നു. ഭഗവത് ഇച്ഛ അവിടുത്തെ കൽപ്പനയാണ്, യോഗി പറഞ്ഞു. 2 ആഴ്ചയോളം ശിവയോഗി ഭഗവാന്റെ അതിഥിയായി കഴിഞ്ഞു. ഈ സമയം സ്വാമി ധാരാളം അഭിമുഖങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ആരാണ് ഈ യോഗി എന്ന് എല്ലാവരും അതിശയിച്ചു പോയി. ശിവയോഗിയുടെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു സർവജ്യോതി അരോര. യോഗിക്കുള്ള ആഹാരം തയ്യാറാക്കി കൊടുക്കുന്നത് പലപ്പോഴും ഇദ്ദേഹമാണ്. യോഗിക്ക് സ്വന്തമായി വീടോ സ്ഥലമോ, എന്തിന് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം പോലുമോ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. 2003 ഒരു ദിവസം സർവജ്യോതി അരോരയ്ക്ക് ഭഗവാൻ ബാബയുടെ സ്വപ്ന ദർശനം ലഭിച്ചു. ഭഗവാൻ അരുളി, മാർച്ച് 3-ന് മുതിർന്ന കുറച്ചുപേരെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം നൽകുക.
2 ദിവസം മുമ്പ് അരോര അറിഞ്ഞു ശിവയോഗി വന്നിട്ടുണ്ടെന്ന്. അരോര അവിടെ ചെന്നു. ഭഗവാനിൽ നിന്നും തനിക്ക് ക്ഷണം കിട്ടുമെന്ന് നിർദ്ദേശം കിട്ടിയ വിവരം യോഗി വെളിപ്പെടുത്തി. അത്യന്തം സന്തോഷത്തോടെ അരോര മഹായോഗിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. 2003 ഭഗവാൻ വീഴുകയും തൃപ്പാദത്തിന് ക്ഷതമേൽക്കുകയും ചെയ്ത സംഭവം അരോരയെ വല്ലാതെ ഉലച്ചു. അദ്ദേഹം യോഗിയെ പോയി കണ്ടു. കുറച്ചുനേരം നിശബ്ദനായി ഇരുന്നതിന് ശേഷം ശിവയോഗി പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഒരു കാര്യം ഞാൻ പറയാം. വാമനനായി വന്നത് ഭഗവാനാണ്. അന്ന് പലരും ചിന്തിച്ചു, എന്തേ ഈശ്വരൻ ഇങ്ങനെ കുള്ളനായി വന്നത്? പക്ഷേ അനുനിമിഷം അവിടുന്ന് വിശ്വത്തോളം വളർന്നു വലുതായി. 100 കണക്കിന് ക്ഷതങ്ങളിൽ നിന്നും വേണമെങ്കിൽ ക്ഷണം മോചിതനാകാൻ സ്വാമിക്ക് കഴിയും. ശിവയോഗിയെ കൽക്കി അവതാരം എന്ന് പലരും വിശേഷിപ്പിച്ചപ്പോൾ അദ്ദേഹം തടഞ്ഞു. ഞാൻ കൽക്കി അവതാരത്തെ സേവിക്കാൻ വന്നതാണ്. അപ്പോൾ ആരാണ് കൽക്കി അവതാരം? ഒരാൾ ചോദിച്ചു. സംശയമെന്ത്? ഈ യുഗാവതാരം ഭഗവാൻ ബാബ തന്നെ. സത്യസായി ബാബ അരുളിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മറ്റു ചെറിയ അവതാരങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനുള്ളതായി തോന്നാറില്ല. ഒരിക്കൽ ശിവയോഗി സർവജ്യോതി അരോരയോട് പറഞ്ഞു, ഭഗവാൻ വലിയൊരു അത്ഭുത ലീലയാടാൻ പോകുന്നു. അതുമൂലം ഭക്തസമൂഹം മുഴുവനും ദുഃഖത്തിലാകും. ബാബ ഇതിനു മുമ്പ് അത്തരമൊരു അത്ഭുത ലീലയാടിയിട്ടുമില്ല. മറ്റൊരിക്കൽ യോഗി പറഞ്ഞു, ഭഗവാൻ ബാബ ശരീരം ത്യജിക്കുന്നതിന് 6 വർഷം മുമ്പ് ഞാൻ സമാധിയിൽ പ്രവേശിക്കും. അരോര കണക്ക് കൂട്ടിയത് ഇങ്ങനെ: ഭഗവാൻ ബാബ 93 വർഷം ജീവിച്ചിരിക്കുമെന്ന് അരുളിയിട്ടുണ്ട്. അപ്പോൾ 2021 അവിടുന്ന് ശരീരം ത്യജിക്കും. തന്റെ ഗുരു ശിവയോഗി 2016 2004 താൻ അത്യാവശ്യമായി പുട്ടപർത്തിയിൽ പോവുകയാണെന്ന് യോഗി പറഞ്ഞു. 2004 ജനുവരി 27 അദ്ദേഹം പർത്തിയിലെത്തി പുറത്ത് മുറിയെടുത്തു. 1 വർഷം അവിടെ തങ്ങി. ഇക്കാലയളവിൽ 2 പ്രാവശ്യമേ അദ്ദേഹം ദർശനത്തിന് പോയിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം ഭഗവാൻ സംസാരിച്ചതുമില്ല. 2005 മാർച്ച് 26 യോഗി ബാംഗ്ലൂരിലേക്ക് പോയി. 2005 ജൂലൈ വീണ്ടും യോഗി പർത്തിയിൽ വന്നു. പുട്ടപർത്തിയിൽ വരാനായി ഡൽഹിയിലുള്ള അരോരയെ അറിയിച്ചു. അദ്ദേഹം ഉടൻ പുറപ്പെട്ടു. അരോര വന്നപ്പോൾ യോഗിക്ക് കടുത്ത പനിയുണ്ട്. താമസിയാതെ അദ്ദേഹം ശരീരം ത്യജിക്കുകയും ചെയ്തു. അരോര വല്ലാതായി. യോഗി പറഞ്ഞിരുന്നത് ഭഗവാൻ ശരീരം ത്യജിക്കുന്നതിന് 6 വർഷം മുമ്പ് താൻ സമാധിയിലാകുമെന്നാണ്. അപ്പോൾ 2011 കൂടുതൽ ചിന്തിക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല. ശിവയോഗി മഹാരാജിന്റെ ശരീരം ചിത്രാവതി തീരത്ത് ദഹിപ്പിച്ചു. ചിതയിൽ 4 അസ്ഥികൾ ശംഖുരൂപത്തിൽ കാണപ്പെടുകയും ചെയ്തു. സമാധിയാകും മുമ്പ് ശിവയോഗി അരോരയോട് പറഞ്ഞിരുന്നു, സ്വാമിയെ മുറുകെ പിടിക്കുക. സ്വാമിയുടെ പ്രവൃത്തിയിൽ ശങ്ക ഉണ്ടായാൽ സ്വാമി നിന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് തിരിച്ചറിയുക. ആ തൃപ്പാദങ്ങളെ വിടരുത്, മുറുകെ ആശ്രയിക്കുക. സ്വാമി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്ന് മാത്രം പറയുക. അതിനുശേഷം ഒരിക്കൽ സ്വാമി അരോരയോട്, നിനക്ക് എന്ത് വേണം? തന്റെ ഗുരുനാഥൻ അരുളിയത് ഉടൻ അരോര പറഞ്ഞു, സ്വാമി, സത്യം, ധർമ്മം, ശാന്തി, പ്രേമം. ഭഗവാൻ പുഞ്ചിരി തൂകി. അദ്ദേഹം നിന്നെ വേണ്ടതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു. ശിവയോഗി മഹാരാജ് അറിയിച്ചതുപോലെ ഭഗവാൻ 2011 ഏപ്രിൽ 24 ശരീരം ത്യജിച്ചു. ഓം തത്സത്ത്.